വിക്രത്തിന്റെ 540ന്റെ 4 പാനലുകളാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്ക് നോക്കാണ്ട് ഒരു 4-5 മീറ്റർ ആണ് നമ്മുടെ ഇതിലേക്ക്, അതായത് സോളാർ പാനലിൽ നിന്ന് 4-5 മീറ്റർ ആണ് നമ്മുടെ ഇതിലേക്ക് അതിന്റെ ലെങ്ത് ഉള്ളൂ. അതായത് തോറിയോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് ബാക്കി വരുന്ന വോൾട്ടേജിനെ ആംബിയർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഏകദേശം 100-120 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് AC വോൾട്ടേജിൽ, അത് നമുക്ക് ACB എന്ന് പറയുന്ന വോൾട്ടേജിൽ ചെറിയ വേരിയേഷൻ വരാറുണ്ട് ഈ സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡെയിലി ഒരു 10 യൂണിറ്റ് വരെ നമ്മൾ കറണ്ട് ലാസ്റ്റ് വന്നത് 5150. ഇത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തൊരു ഡിവൈസാണ്. അതായത് സോളാർ ഇൻഡിക്കേഷൻ ഡിവൈസ്. റിലേ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ തെളിയുമ്പോൾ തന്നെ നമ്മൾ അടിയിൽ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്, അതും നമ്മുടെ ഇതിൽ തെളിയും. അതാവശ്യം വരുമ്പോൾ നമുക്ക് ഇൻവെർട്ടർ ഓഫ് ചെയ്തുകൊണ്ട് വരും. ആ സമയത്ത് നമുക്ക് ലോഡ് വേണമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇൻവെർട്ടറിൻ്റെ അവിടെ പോയി ബൈപ്പാസ് ചെയ്യണേലും ഭേദമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വിച്ച് നേരെ താഴേക്ക് ഇടാണ്, ഡയറക്റ്റ് ലോഡ് നമ്മുടെ KCBയിൽ കയറി പ്രവർത്തിക്കും. കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓൺ ആണ്. ഏകദേശം ഉണ്ട് 2200 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ക്യാമറയിൽ കയറി ഇതുന്നുണ്ട്. 2200 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് റൺ ആവുന്നുണ്ട്. നമുക്ക് 24 hours മിക്കവാറും ദിവസങ്ങളിലും കിട്ടാറുണ്ട്. ഇത് വെച്ചതിന് ശേഷം അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഓവൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മാസം കിട്ടുന്ന 650 യൂണിറ്റ് ആണ് ഏകദേശം നമ്മുടെ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് 5000 അത്രയും കറണ്ട് ബില്ല് വന്നത്. 1/2 HP മോട്ടർ നമ്മൾ വെച്ച് ചെക്ക് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ 5000 ഒക്കെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കറണ്ട് ബില്ല് ഒരു 500 താഴേക്ക് എന്തായാലും കുറയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാനൽ എന്ന് പറയുന്നത്. 540ന്റെ 4 പാനലുകളാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. വിക്രം എന്ന് പറയുന്ന കമ്പനിയുടെ 540 ആണ് ഒരു പാനലിൻ്റെ വാട്ട്സ് വരുന്നത്. അപ്പോൾ ഇത്രയും, അതായത് 5 kV സിസ്റ്റത്തിലേക്ക് നമ്മൾ 4 പാനൽ, ഹാഫ് കട്ട് മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് 4 പാനലുകളാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 2 സ്ട്രിങ് ആയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഈ 2 പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതായത് ഈ പാനലിൽ ഒരു പ്ലസും ഈ പാനലിൽ ഒരു മൈനസും, അങ്ങനെ സീരീസ് കണക്ഷൻ തന്നെ. എന്നിട്ട് അവസാനം ഇതിൻ്റെ ഒരു പ്ലസും ഇതിൻ്റെ ഒരു മൈനസായിട്ട് 2 പേര് കൂടെ താഴേക്ക് കേബിൾ കൊണ്ടുപോകും. അതുപോലെ തന്നെ ആ 2 പാനലും ഇതുപോലെ തന്നെ സീരീസ് ആയി കണക്ട് ചെയ്യും. എന്നിട്ട് ഈ 4 കേബിൾ നമ്മൾ 2 സ്ട്രിങ് ആയിട്ട് താഴേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് അത് MPPTയിലേക്ക് പാരലി കണക്ട് ചെയ്യും. പാരലി കണക്ഷൻ എന്ന് പറയുന്നത് 2 പാനലിൻ്റെ മൈനസും 2 പാനലിൻ്റെ പ്ലസും, അത് രണ്ടും കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് ഹൈ എഫിഷ്യൻസി, അതായത് മാക്സിമം VOC നമ്മുടെ MPPTയിലേക്ക് കൊടുക്കാം. പിന്നെ ബാലൻസ് വരുന്നത് നമ്മൾ ആംബിയർ ആക്കി, അതായത് നമ്മൾ ആംബിയർ ആക്കി മീൻസ് എന്ന് ഉദ്ദേശിച്ചാൽ പാരലി കണക്ട് ചെയ്യുമ്പോൾ ആംബിയറാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ആംബിയർ ആക്കി നമ്മൾ കൊടുക്കാൻ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ 2 സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ എഫിഷ്യൻസിയും പെട്ടെന്ന് ആംബിയർ ചാർജിങ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിക്രത്തിൻ്റെ 540ന്റെ 4 പാനലുകളാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പാനലിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 540 ആണ്. അതിൻ്റെ VOC എന്ന് പറയുന്നത് 49 വോൾട്ടാണ് VOC വരുന്നത്. ആംബിയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു പാനലിൽ നമുക്കൊരു 12.96 ആംബിയറാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 4 പാനലുകളാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മളിങ്ങനെ സ്ട്രെച്ചറൊക്കെ അടിച്ച് നമ്മൾ ഈ ടോപ്പ്, അതായത് ഷീറ്റ് ടോപ്പിൻ്റെ മേളിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് രാവിലെ ഒരു 5 മണി തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ, രാവിലെ ഒരു 7 മണി തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ വെയിൽ കിട്ടുന്ന രീതിയിൽ, അതായത് സോളാറിൽ നിന്ന് 100% പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതായത് 5 kV ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേബിൾ എന്ന് പറയുന്നത് 6 mm DC കേബിൾ ഇട്ടാണ് നമ്മൾ താഴേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 4-5 മീറ്ററാണ് ഇതിൻ്റെ താഴേക്കുള്ളത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിൽ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് താഴെ എങ്ങനെ കണക്ഷൻസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ, അതായത് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഏറ്റവും ടെറസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മേളാണ് നമ്മൾ സോളാർ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഏകദേശം നമുക്ക് നോക്കാണ്ട് ഒരു 4-5 മീറ്ററാണ് നമ്മുടെ ഇതിലേക്ക്, അതായത് സോളാർ പാനലിൽ നിന്ന് 4-5 മീറ്ററാണ് നമ്മുടെ ഇതിലേക്ക് അതിൻ്റെ ലെങ്ത് ഉള്ളൂ, കേബിളിൻ്റെ ലെങ്ത്ത്. അതുകൊണ്ട് നമുക്ക് എനർജി ലോസും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ അതാണ് അത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് 150Hൻ്റെ C10 കാറ്റഗറിയിലുള്ള എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അതായത് 5 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററിയാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 150H ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 4 ബാറ്ററിയാണ് നമ്മളിതിനകത്ത് വരുന്നത്, 48 വോൾട്ട് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബാറ്ററിയുടെ നമ്മൾ കേസ് ട്രയലൊക്കെ വെച്ച് നല്ല രീതിയിലാണ് നമ്മളിവിടെ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MPPT. അപ്പോൾ ഈ MPPT എന്ന് പറയുന്നത് SPS എന്ന് പറയുന്ന കമ്പനിയുടെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ SPS എന്ന് പറയുന്ന കമ്പനിയുടെ MPPT ആണ്. 60 ആംബിയറാണ് MPPT വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തോറോയിഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 3 തോറോയിഡ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ തോറോയിഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പറയില്ല, അതായത് നമ്മുടെ ആംബിയർ ബൂസ്റ്റർ അങ്ങനെ ഒന്നല്ല. അതായത് തോറോയിഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് ബാക്കി വരുന്ന വോൾട്ടേജിനെ ആംബിയർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ അകത്തുള്ള തോറോയിഡ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ LED + LCD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ LED ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ സോളാർ എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചാർജിങ് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്, ഫോൾട്ട് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ,
റിലേ, അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് ആണ്. അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഇത് കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വോൾട്ടേജ് അറിയാൻ പറ്റും. അപ്പോൾ 72 വോൾട്ട്, 48, 36, 24, 24 തൊട്ട് 72 വോൾട്ടാണ് നമ്മുടെ MPPT. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് 48 വോൾട്ട് ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത് ഇപ്പോൾ 48 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ LED ഡിസ്പ്ലേയിൽ വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പാനൽ VOC എന്ന് പറയുന്നത് 220 വോൾട്ടാണ് നമുക്ക് ഇതിനകത്ത് പാനൽ VOC കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സോളാറിൽ നിന്നുള്ള ചാർജിങ് ആംബിയർ 11 ആംബിയറൊക്കെയാണ്. സോളാറിൽ നിന്നുള്ള ഔട്ട് 640 വാട്ട്സാണ് നമുക്ക് സോളാറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഡെയിലി യൂണിറ്റ് 0.5 യൂണിറ്റ്, ടോട്ടൽ യൂണിറ്റ് 0.5 യൂണിറ്റ്. ഇതിപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന മാതിരി ഇതാണ് ശരിക്കും നമ്മൾ വെച്ചതിന് ശേഷമുള്ള ഏകദേശം 100-120 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ MPPT ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ എല്ലാം പോയിട്ട് പുതിയതുപോലെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വന്നപ്പോൾ ഇവിടെ നമ്മൾ ഒരു കണക്ഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ MPPT ഓഫ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ യൂണിറ്റോടെ കുറഞ്ഞത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ LC ഡിസ്പ്ലേയിൽ കാണുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റിലേ ഓൺ ആണ്, അതായത് ഇപ്പോൾ സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ ലോഡൊന്നും യൂസ് ചെയ്യാത്താനും ഫോട്ടോ എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതായത് ബാറ്ററി ചാർജ് ഫുള്ളാണ്, സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഫോൾട്ട് എന്നുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ MPPTയുടെ ഭാഗത്ത് വരുന്നത്. ഇപ്പം നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഈ ഇൻവെർട്ടറിൻ്റെ റിവ്യൂ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഇൻവെർട്ടർ എന്ന് പറയുന്നത് 5 kV ഇൻവെർട്ടറാണ്. അതായത് SPS എന്ന് പറയുന്ന കമ്പനിയുടെ 5 kV ഇൻവെർട്ടറാണ്. 48 വോൾട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണ ഇൻവെർട്ടറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ സോൺ, ചാർജിങ് ഓൺ, അങ്ങനെ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം ഇപ്പോൾ എത്രയാണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടാണ് 220. ഇപ്പോൾ ലോഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി 250 വാട്ട്സാണ് നമുക്ക് ഇപ്പോൾ ലോഡ് ഉള്ളൂ. അതായത് അത്രയും യൂസ് നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഏകദേശം 3000 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങൾ നമ്മൾ ഈ ലോഡ് ടെസ്റ്റ് ഒക്കെ വീഡിയോൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. എന്തോരം ലോഡ് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ പറയുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ MCB, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ സോളാർ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത് 2 സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ 2 സ്ട്രിങ് എന്ന് പറയുമ്പോൾ രണ്ട് പാനലിൻ്റെ പ്ലസ് മൈനസ് ഇതിൽ കൂടെ വരും, 2 പാനലിൻ്റെ പ്ലസ് മൈനസ് ഇതിൽ കൂടെ വരും. എന്നിട്ട് അവസാനം 4 പേര് ഇതിൽ കൂടെ പോയി MPPTയുടെ അവിടെയായിരിക്കും പാരലി കയറുന്നത്. അതായത് 2 പാനലിൻ്റെ മൈനസ് ഒരുമിച്ച്, 2 പാനലിൻ്റെ പ്ലസ് ഒരുമിച്ച്, അതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ട്രിങ്ങിനും 2 ബ്രേക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 32 ആംബിയറിൻ്റെ ബ്രേക്കറാണ് നമ്മൾ, 2 DC ബ്രേക്കറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു AC SPD, അതായത് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ വെച്ചത്. അതായത് ഇവിടെ ചെറിയ രീതിയിൽ വോൾട്ടേജ് വേരിയേഷനും ഇടിമിന്നൽ വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചെറിയൊരു അതായത് AC വോൾട്ടേജിൽ, അത് നമുക്ക് ACB എന്ന് പറയുന്ന വോൾട്ടേജിൽ ചെറിയ വേരിയേഷൻ വരാറുണ്ട് ഈ സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമ്മളിതിനകത്ത് AC ബ്രേക്കറും SPD ഫ്യൂസ് അതെല്ലാം വെച്ച് ഒരു AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻപുട്ട് കയറ്റി നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിലാണ് ഇതിൻ്റെ ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിവൈസ് നമുക്ക് ഇവിടെ കാണാം. ഇത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തൊരു ഡിവൈസാണ്, അതായത് സോളാർ ഇൻഡിക്കേഷൻ ഡിവൈസ്. ഇതൊന്നും ഉദ്ദേശിക്കുന്നത്, ഇത് കസ്റ്റമർ തന്നെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതായത് ഇത് നമ്മൾ ഏകദേശം അവർ ഒരു അത്യാവശ്യം പ്രായമായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മേളിലേക്ക് ചെയ്യുന്ന തരാം, അതായത് സോളാറിലാണോ പ്രവർത്തിക്കണമെന്നൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പറഞ്ഞ് നമ്മളൊരു ഡിവൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനകത്ത് റിലേയും കൺട്രോളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ രാവിലെ സോളാറിലേക്ക് മാറി നമ്മുടെ ഈ റിലേ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ തെളിയുമ്പോൾ തന്നെ നമ്മൾ അടിയിൽ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്, അതും നമ്മുടെ ഇതിൽ തെളിയും. അതായത് സോളാറിലേക്ക് മാറുമ്പോൾ തന്നെ നമ്മുടെ ഇൻഡിക്കേഷൻ തെളിയും, സോളാറിൽ നിന്ന് പോകുമ്പോൾ ആ ഇൻഡിക്കേഷൻ ഓഫ് ആവും. അപ്പോൾ കസ്റ്റമർക്ക് അറിയാൻ പറ്റും ഏതിലാണ്, സോളാറിലാണോ പ്രവർത്തിക്കണേ അതോ KCBയിലാണോ പ്രവർത്തിക്കണേ, അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ ഡിവൈസ്, ഇത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് റിലേ കൺട്രോളൊക്കെ വെച്ചാണ് ഒരു ചെറിയ ചേഞ്ച് ഓവർ സ്വിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ സോളാർ ഇൻഡിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും നമ്മൾ പൈപ്പൊക്കെ അടിച്ചുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകം പറയുന്നത് നമ്മുടെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ എർത്തിങ് നമ്മൾ പ്രത്യേകം ഇതിൽ കൂടെ ഉണ്ട്, ഈ പൈപ്പിൽ കൂടെ നേരെ താഴേക്ക് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ACയുടെ നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഇതായിട്ട് കൊടുത്തിട്ടില്ല, സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞവർ തന്നെ നമ്മൾ മേളിലൊരു സോളാർ ഇൻഡിക്കേഷൻ ഡിവൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻഡിക്കേറ്റർ, അതായത് റെഡും ഗ്രീനും 2 ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവർ തന്നെ സോളാറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ ഇൻഡിക്കേറ്റർ തെളിയും. അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ റണ്ണാണ്, അതായത് നമ്മൾ മേളിൽ സോളാർ റിലേ ഓൺ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗ്രീൻ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിരിക്കുന്നത്.
പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഇൻഡിക്കേറ്റർ. ഇതെന്ന് പറയുന്നത് കറണ്ട് ഉണ്ട്, അതായത് KCB കറണ്ട് ഉണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇത്. അത് നമ്മളിപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കറണ്ട് പോകുകയാണെങ്കിൽ ഇത് പോകും. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഏതിൽ, അതായത് കസ്റ്റമർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് സോളാറിലാണോ അതോ KCBയിലാണോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ സ്പെഷ്യൽ പറഞ്ഞുകൊണ്ട് വെച്ച് കൊടുത്താണ് ഇങ്ങനത്തെ ഒരു ഡിവൈസ് സിസ്റ്റം മൊത്തത്തിലുള്ള ഇത്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 40 ആമ്പിയറിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നമുക്കുണ്ടാവും, ഇപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലേക്ക് ഇടാണെങ്കിൽ കണ്ടോ ഇപ്പോൾ ലോഡ് ഒന്നിലും പ്രവർത്തിക്കില്ല, അതായത് ലോഡ് ഓഫാണ്. ഇനി നമ്മളിത് മേളിലേക്ക് ഇടാണെങ്കിൽ സോളാറിലായിരിക്കും ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത്. അതേസമയം നമ്മളിത് താഴേക്ക് ഇടാണെങ്കിൽ ഡയറക്റ്റ് KCBയിൽ നിന്നായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒന്ന് ഇൻവെർട്ടറൊക്കെ മാറ്റി സർവീസിൻ്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇൻവെർട്ടർ ഓഫ് ചെയ്തുകൊണ്ട് വരും. ആ സമയത്ത് നമുക്ക് ലോഡ് വേണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെർട്ടറിൻ്റെ അവിടെ പോയി ബൈപ്പാസ് ചെയ്യണേലും ഭേദമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വിച്ച് നേരെ താഴേക്ക് ഇടാണെങ്കിൽ ഡയറക്റ്റ് ലോഡ് നമ്മുടെ KCBയിൽ കയറി പ്രവർത്തിക്കും. അപ്പോൾ അതൊരു നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെ അതൊരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ജസ്റ്റ് ചേഞ്ച് ഓവർ പോലെ ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെവി ലോഡ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നോക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ 2 സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ സോളാറിലുള്ള സമയത്ത് KCBയുടെ കണക്ഷനിൽ പ്രവർത്തിക്കുന്നതും ഇത് കംപ്ലീറ്റ് KCBയിലായിരിക്കും. അതായത് ഇത് രണ്ടും വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നല്ല വെയിലുള്ള സമയത്തും അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മളിത് സോളാറിൽ പ്രവർത്തിപ്പിക്കുക. ഇപ്പോൾ രാത്രിയൊക്കെ കറണ്ട് പോകുന്ന സമയത്താണെങ്കിൽ നമുക്കിത് പ്രവർത്തിക്കാൻ പറ്റില്ല, കാരണം രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നായിരിക്കും ബാക്കപ്പ് എടുക്കുന്നത്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓൺ ആണ്, ഏകദേശം ഉണ്ട് 2200 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ക്യാമറയിൽ കയറി കിട്ടുന്നുണ്ട്. 2200 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് റൺ ആവുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇപ്പോൾ സാധാരണ അതായത് KCBയിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ അത്യാവശ്യം നമ്മുടെ വെള്ളമൊക്കെ ചൂടാവാൻ 15 മിനിറ്റാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സെയിം ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു വാട്ട്സ് ഇട്ടാലും പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവൻ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ രണ്ടും സെപ്പറേറ്റ് പ്ലഗ് പോയിന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിലും നമുക്കിപ്പോൾ രാത്രി സമയത്താണെങ്കിൽ നമുക്ക് അതിൽ പ്രവർത്തിക്കാം, നല്ല വെയിലുള്ള സമയത്ത് ഇതിൽ പ്രവർത്തിക്കാം. അപ്പോൾ ഇതായാലും ഏകദേശം ഒരു 1300 വാട്ട്സ് നമുക്ക് ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് ചെയ്തോളും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സജി എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ നമ്മളൊരു 5 kV സിസ്റ്റമാണ് നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേട്ടാ ബാക്കിത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വീഡിയോ യൂട്യൂബിലൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെയാണ് ലിബിൻ്റെ വീഡിയോ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ലിബിനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പോൾ ഇവിടെ വന്ന് എല്ലാം ലിബിനെല്ലാം കണ്ടിട്ട് പോയി. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഇവിടെ സിസ്റ്റം ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡ് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അതിന് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് ഇപ്പോൾ നമ്മൾ അതിന് കോൺടാക്ട് ചെയ്ത് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിത് വർക്ക് തുടങ്ങിയത്. കാരണം അതിന് കുറേ ഡീറ്റെയിൽസ് അറിയാനുണ്ടായി, ഡൗട്ടും കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തായിരുന്നു ഇല്ലേ? നമ്മൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് എടുത്തത്. അപ്പോൾ വർക്ക് എടുത്തപ്പോൾ അതിന് കുറേ ഡീറ്റെയിൽസ്, അതായത് നമുക്ക് അങ്ങനെ ചെയ്യണം, അത് ചെയ്താലാണ് നല്ലത്. അപ്പോൾ നമ്മളെല്ലാം കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഞാൻ ഉണ്ടായ ഡീറ്റെയിൽസും എന്തൊക്കെ ഇത് ചെയ്യാൻ പറ്റി. നമുക്ക് ഒരു ഡെയിലി ഒരു 10 യൂണിറ്റ് വരെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു KCBയിൽ നിന്ന്. ഇത് വെച്ചതിന് ശേഷം അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ്, ഫാന്, TV, ഫ്രിഡ്ജ് എല്ലാം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഓവൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ലോഡ് ഫുള്ളും അതെ അതെ അതെ. കറണ്ട് ബിൽ എത്രയാണ് ലാസ്റ്റ് വന്നത് 5151. 5000 എന്ന കറണ്ട് ബില്ലാണ്. നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് നമുക്ക് യൂണിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 95 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 95 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഡെയിലി 2 മാസം കിട്ടുന്ന 650 യൂണിറ്റ് ആണ് ഏകദേശം നമ്മുടെ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് 5000 അത്രയും കറണ്ട് ബില്ല് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സിസ്റ്റം 21 ദിവസം ആയിട്ടുള്ളൂ, അതായത് 21 മീൻസ് നമ്മുടെ 3 ആഴ്ച. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് 95 യൂണിറ്റ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് അതായത് ഇതിനകത്ത് വീട്ടിലെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു തരാൻ ഇൻഡക്ഷൻ കുക്കർ, ഓവൻ, അങ്ങനത്തെ ഹെവി ഐറ്റംസ് എല്ലാം നമ്മുടെ ഇതിൽ റൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ എത്ര നേരം, അതായത് രാവിലെ സോളാറിലേക്ക് പോയിട്ട് എപ്പോഴാണ് രാത്രി മാറുന്നത്? രാത്രിയിൽ അങ്ങനെ നമുക്ക് 24 hours മിക്കവാറും ദിവസങ്ങളിലും കിട്ടാറുണ്ട്. മിക്ക ദിവസങ്ങളും കിട്ടാറുണ്ട്. 2 പ്രാവശ്യം 2 ദിവസം മാത്രമേ ഓഫ് ആയുള്ളൂ. മീൻസ് KCBയിലേക്ക് KCBയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് നമുക്ക് സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് മീൻസ് ഇപ്പം ഓവൻ വർക്ക് ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിപ്പിക്കില്ല, പക്ഷേ ഫ്രിഡ്ജ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണ്. പിന്നെ നമ്മൾ മോട്ടർ ചെക്ക് ചെയ്തു. മോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് 1 HP സബ്മേഴ്സിബിൾ മോട്ടറാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒരു 1/2 HP മോട്ടർ നമ്മൾ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് സോളാറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അയൺ ബോക്സ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ചെയ്യാം. കാരണം അത്ര വലിയ പവറൊന്നും അത് കൺസ്യൂം ചെയ്യുന്നില്ല. അതായത് നമുക്കിത് പറഞ്ഞ വരെ നമ്മൾ ഇതിനകത്ത് 3000 വാട്ട്സ് നമുക്ക് കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ലോഡ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. പിന്നെ ചേട്ടൻ പറഞ്ഞ വരെ തന്നെ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളും എല്ലാം, അതായത് ഹെവി ലോഡ് ഐറ്റംസ് എല്ലാം നമ്മുടെ ഇൻവെർട്ടറാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരുന്നു 24 hours, അതായത് നമ്മുടെ ഈ സിസ്റ്റം വെച്ചതിന് ശേഷം രാത്രി സോളാർ പോയാലും ഇവിടെ രാത്രി യൂസ് കുറവാണ്. മീൻസ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും അധികം യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് ബാക്കിയുള്ള വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 24 hours നമ്മുടെ ഈ സിസ്റ്റം സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി എൻകേസ് മഴയുടെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമാണ് ചെറിയ ഡിലേ വരുന്നത്. എന്നാലും നമ്മളൊരു 10 മണി 11 മണി വരെ സോളാറിലേക്ക് ഇത് പ്രവർത്തനത്തിന് ശേഷമായിരിക്കും മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ 5000 കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കറണ്ട് ബില്ല് ഒരു 500 താഴേക്ക് എന്തായാലും കുറയും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാളേഷൻ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഒരു 5 kV ഓഫ് റീൽസ് ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എവിടെയെങ്കിലും സോളാർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ കേരള ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്, നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.